നമസ്കാരം. മലപ്പുറം ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ ഉജ്ജ്വല വിജയമാണ് മുസ്ലിം ലീഗിലെ പി.കെ. കുഞ്ഞാലിക്കുട്ടിക്ക് ലഭിച്ചിരിക്കുന്നത്. 1,71,000 ചില്ലുവാനം വോട്ടുകൾക്കാണ് മലപ്പുറത്ത് നിന്നും പി.കെ. കുഞ്ഞാലിക്കുട്ടി ജയിച്ചു കയറിയിരിക്കുന്നത്. ഭരണത്തിന്റെ വിലയിരുത്തലായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് എന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ വ്യക്തമാക്കിയത്. എന്നാൽ ഭരണത്തെ വിലയിരുത്തുകയാണെങ്കിൽ പോലും മുൻ തെരഞ്ഞെടുപ്പിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണ മുസ്ലിം ലീഗിന് വോട്ട് കുറയുകയാണ് എന്നുള്ളത് ആശ്വാസജനകമായി കാണുന്നു. 2019 ദേശീയ പാർട്ടികളെ തെരഞ്ഞെടുപ്പിന് ഒരുക്കുക എന്ന റോൾ എത്ര കണ്ട് ലീഗിന് വഹിക്കാനാകും എന്നുള്ളതിൽ നിശ്ചയമില്ല. എങ്കിൽ പോലും പി.കെ. കുഞ്ഞാലിക്കുട്ടിയുടെ മുസ്ലിം ലീഗിന്റെ റോൾ വഹിക്കുന്നതിനാണ് ഇപ്പോൾ പി.കെ. കുഞ്ഞാലിക്കുട്ടി വേങ്ങര വിട്ട് മലപ്പുറത്തുകൂടി ലോക്സഭയിലെത്തുന്നത്. ഒരുപക്ഷെ ലോക്സഭാ മത്സരത്തിന് ശേഷം വീണ്ടും നിയമസഭയിലേക്ക് തിരികെ വരുന്നു എന്ന സൂചനയും പി.കെ. കുഞ്ഞാലിക്കുട്ടി നൽകുന്നുണ്ട്. മറ്റൊരവസരം ഉണ്ടാവുകയാണ് എങ്കിൽ അതിനുള്ള സാധ്യത പി.കെ. കുഞ്ഞാലിക്കുട്ടി തള്ളിക്കളയുന്നില്ല എന്നത്. 3 വേങ്ങര നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ മുസ്ലിം ലീഗിന്റെ നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കും എന്നും പി.കെ. കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കുന്നു. ഈ വിഷയത്തിൽ നമ്മോടൊപ്പം ഇപ്പോൾ പി. ഉബൈദുള്ള MLA, മുസ്ലിം ലീഗിന് വേണ്ടി രവി തേലത്ത്, BJP ജില്ലാ ജനറൽ സെക്രട്ടറി, വി ശശികുമാർ CPIM നേതാവ് എന്നിവരാണ് നമ്മോടൊപ്പം ഉള്ളത്. ആദ്യം ശ്രീ പി. ഉബൈദുള്ള, SDPI വെൽഫെയർ പാർട്ടികളുടെ പിന്തുണ ലഭിച്ചിട്ടും 80,000 വോട്ട് കൂടിയിട്ടും നിങ്ങൾക്ക് മലപ്പുറത്ത് അഹമ്മദ് കാഴ്ചവെച്ച പ്രകടനം ആവർത്തിക്കാനാവാത്തതെന്തേ? ഈ തെരഞ്ഞെടുപ്പിൽ ജനാധിപത്യ മതേതര കക്ഷികൾ മാത്രമേ UDF-നൊപ്പം ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങൾ ഈ പറയുന്നത് പോലെ SDPI വെൽഫെയർ പാർട്ടി തുടങ്ങിയിട്ടുള്ള സംഘടനകളെ പിന്തുണ UDF-ന് ഉണ്ടായിരുന്നില്ല. അവരുടെ പിന്തുണയോടുകൂടിയല്ല ഞങ്ങൾ. അങ്ങനെയല്ല, നിങ്ങൾക്കായിരുന്നു പിന്തുണ, മുസ്ലിം ലീഗിനായിരുന്നു പിന്തുണ വാങ്ങി വെച്ചിട്ട് അതില്ലായിരുന്നു എന്ന് പറയുന്നത് രാഷ്ട്രീയത്തിൽ മാന്യതയാണ്. മുസ്ലിം ലീഗിന് അല്ലെങ്കിൽ UDF-ന് ഈ സംഘടനകൾ പിന്തുണ നൽകി എന്ന് നിങ്ങൾ എവിടെ കണ്ടത്? എവിടെ നിങ്ങൾ കേട്ടത്? നമ്മളെല്ലാം രാഷ്ട്രീയം അറിയുന്നവരാണ്. രാഷ്ട്രീയം ഏതെങ്കിലും ഒരു പബ്ലിക് സ്റ്റേറ്റ്മെന്റ് ആവശ്യമില്ല. അതില്ലാതെ തന്നെ മുസ്ലിം ലീഗിനാണ് SDPIയുടെയും വെൽഫെയർ പാർട്ടിയുടെയും പിന്തുണ എന്ന് നമുക്കൊക്കെ വ്യക്തമാണ്. ഞാൻ ചോദിക്കുന്നത് 1,90,000 ചില്ലുവാനം വോട്ടുകൾ അഹമ്മദിന് ലഭിച്ചിരുന്നു. പി.കെ. കുഞ്ഞാലിക്കുട്ടിക്ക് അത് 1,70,000 ചുരുങ്ങുന്നു. 80,000 വോട്ട് ആകെ കൂടിയിട്ടുണ്ട്. ഈ രണ്ട് പാർട്ടികളുടെ ഏതാണ്ട് 75,000 വോട്ടുകളുമുണ്ട്. എന്നിട്ട് പോലും 26,000 വോട്ടുകൾ കുറയാൻ കാരണം എന്ത്? ആ രണ്ട് സംഘടനകളുടെയും പിന്തുണ ഞങ്ങൾക്കില്ല എന്ന് ഞാൻ ആവർത്തിക്കുകയാണ്. നിങ്ങൾ പറഞ്ഞോട് പിന്തുണ ഉണ്ടാവില്ല. അവര് മനസാക്ഷി ആളുകളെ മുഖവിലക്കെടുക്കണം. ഇതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ആളുകളെ എന്തുകൊണ്ട് മുസ്ലിം ലീഗിന് വോട്ട് കുറഞ്ഞു എന്നത് സംബന്ധിച്ച് ആത്മാർത്ഥമായ ഒരു വിലയിരുത്തൽ നടത്താൻ പി. ഉബൈദുള്ള താങ്കൾ തയ്യാറുണ്ടോ? പറയുന്ന സംഘടനകളുമായി യാതൊരു ബന്ധവും മുമ്പ് ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല, ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടില്ല. ഞങ്ങൾക്ക് ജനാധിപത്യ മതേതര പ്രസ്ഥാനങ്ങൾ മാത്രമേ ഞങ്ങളുടെ കൂടെ ഉണ്ടായിട്ടുള്ളൂ. അതിന്റെ ഗുണം ഞങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചു. ഈ രണ്ട് പാർട്ടികൾ നിങ്ങൾക്ക് പിന്തുണ നൽകിയില്ല എന്നുള്ള താങ്കളുടെ വാദം മുഖവിലേക്ക് എടുത്തുകൊണ്ട് പറഞ്ഞാൽ എന്തുകൊണ്ട് 26,000 വോട്ട് കുറഞ്ഞു? 26,000 വോട്ട് കുറഞ്ഞില്ല. എത്ര കുറഞ്ഞു? ഈ അഹമ്മദ് സാഹിബിന് 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയത് 4,37,720 വോട്ടിന്റെ കണക്ക് പറഞ്ഞാൽ ഞാൻ വേറെ കണക്ക് പറയാനുണ്ട്. ഭൂരിപക്ഷത്തിന്റെ കണക്ക് എന്തുകൊണ്ട്? 4,37,723 വോട്ടാണ് ഈ അഹമ്മദ് സാഹിബ് 2014 കിട്ടിയത്. ഇപ്പോ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ലഭിച്ചത് 5,15,320. എന്നാ പിന്നെ LDF-ന്റെ വോട്ട് പറ. എങ്ങനെ LDF-ന്റെ വോട്ട് പറ? LDF-ന്റെ വോട്ട് പറഞ്ഞു. LDF-ന്റെ വോട്ട് 2,984 ഇപ്പൊ കിട്ടിയത് 3,40,000. 1,00,000 വോട്ട് കൂടിയോ? 1,00,000 വോട്ട് അവിടെ കൂടിയത്. അപ്പൊ നിങ്ങൾക്ക് അതാണ്. അപ്പൊ 1,00,000 വോട്ട് LDF-ന് കൂടിയപ്പോ നിങ്ങൾക്ക് 80,000 വോട്ട് മാത്രമേ കൂടിയിട്ടുള്ളൂ. കഴിഞ്ഞ 2016 നിയമസഭാ തെരഞ്ഞെടുപ്പാണ് ഏറ്റവും അവസാനമായി നടന്ന തെരഞ്ഞെടുപ്പ്. ഈ തെരഞ്ഞെടുപ്പ് LDF ഗവൺമെന്റിന്റെ പ്രവർത്തനത്തിന് വിലയിരുത്തലാകും എന്നാണ് സഖാവ് കോടിയേരി പറഞ്ഞത്. അങ്ങനെയെങ്കിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് കൂടി നമ്മൾ പരിശോധിക്കണം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിലെ 7 അസംബ്ലി മണ്ഡലങ്ങളിലും കൂടി LDF സ്ഥാനാർത്ഥികൾക്ക് ലഭിച്ച വോട്ട് 3,73,879 വോട്ടാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. ആ നിയമസഭാ തെരഞ്ഞെടുപ്പിനേക്കാളേറെ 40,000 വോട്ടിന്റെ കുറവ് LDF-ന് തെരഞ്ഞെടുപ്പിൽ. 40,000 ഇല്ല ശ്രീ ശശികുമാർ, 29,572 വോട്ട് കുറഞ്ഞിട്ടുണ്ട്. പറഞ്ഞോ.
29,592 വോട്ടാണ് ശരി. കുറഞ്ഞിട്ടുള്ളത്. കുറഞ്ഞിട്ടുണ്ട്. ഏതാണ്ട് 1% കുറവാണ് സംഭവിച്ചിട്ടുള്ളത്. എന്നാൽ UDF അങ്ങനെയല്ല കുറഞ്ഞിട്ടുള്ളത്. ഇല്ല, നിങ്ങൾ പറഞ്ഞത് ഈ ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പ് ഭരണത്തിന്റെ വിലയിരുത്തലായിരിക്കുമെന്നാണ്. ഭരണത്തിന്റെ വിലയിരുത്തലാകുന്ന ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ അതേ പാറ്റേണിൽ ഉണ്ടാകണം, അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ വോട്ട് നിങ്ങൾക്ക് കിട്ടണം. അങ്ങനെയാണെങ്കിൽ ആണ് ഭരണത്തിന്റെ മികവിനാണ് ജനം വോട്ട് ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ സംഭവിച്ചിരിക്കുന്നത് ഭരണം പരാജയമാണ് എന്ന നിലയിലുള്ള ഒരു വ്യാഖ്യാനമാണ് വരിക. ചെറിയ വിശദീകരണം ആവശ്യമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും 2 പാറ്റേണാണ്. മലപ്പുറം ജില്ലയിൽ പ്രത്യേകിച്ചും എല്ലാ കാലത്തും മലപ്പുറം ജില്ലയിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDFന് ഒരു മുൻതൂക്കമുണ്ടാവാറുണ്ട്. പ്രത്യേകിച്ച് ഒരല്പം മുസ്ലിം കൺസോളിഡേഷന് സാധ്യതയുള്ള തെരഞ്ഞെടുപ്പുകളിൽ നല്ല മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട്. അത് വെച്ച് നോക്കുമ്പോഴാണ് ഈ തെരഞ്ഞെടുപ്പിൽ UDFന്റെ വോട്ട് ഇത്രയും വോട്ട് വർദ്ധിച്ചിട്ടും അവരുടെ ഷെയർ കുറഞ്ഞു പോയി എന്ന് കാണാൻ കഴിയുക. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സാഹചര്യം മറ്റൊന്നാണ്. ആ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സാഹചര്യത്തിലെ വെച്ചുകൊണ്ട് മാത്രം കണക്കാക്കാൻ കഴിയില്ല. ശശികുമാർ അടക്കം ഞാൻ അഭിമുഖീകരിച്ചിട്ടുള്ള എല്ലാ CPM നേതാക്കളും പറഞ്ഞത് എന്താണ്? മലപ്പുറത്ത് 2004 ആവർത്തിക്കാൻ പോവുകയാണ്, മലപ്പുറം വീണ്ടും ചുവപ്പണിയാൻ പോവുകയാണ്, ഭരണത്തിന്റെ വിലയിരുത്തലാണ് എന്നൊക്കെയാണ്. നിങ്ങൾ ഇങ്ങനെ പറയണമായിരുന്നു. അങ്ങനെയാണെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ കൂടുതൽ വോട്ട് ഞങ്ങൾ എന്തായാലും പ്രതീക്ഷിക്കുന്നില്ല, അത് വേറൊരു പാറ്റേൺ ആണ്. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ വോട്ട് ഞങ്ങൾക്ക് കൂടുകയും മുസ്ലിം ലീഗിന് കുറയുകയും ചെയ്യുകയാണെങ്കിൽ അത് സ്വാഭാവികമായും ഒരു പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തൊട്ടു മുമ്പ് നടക്കുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ കണക്കുമായി തന്നെയല്ലേ താരതമ്യം ചെയ്യുക. അത് താരതമ്യം ചെയ്യുമ്പോൾ UDFന്റെ നില പരുങ്ങലിലാണ്. അതോടൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പും ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചാ വിഷയമായിട്ടുണ്ട്. പക്ഷേ ഇത് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഭരണത്തെക്കുറിച്ചുള്ള ഒരു വിലയിരുത്തൽ മാത്രമായിരുന്നില്ല. ഏറിയ കൂറും ദേശീയ രാഷ്ട്രീയത്തെ എങ്ങനെ ഈ തെരഞ്ഞെടുപ്പ് സ്വാധീനിക്കുമെന്നാണ് ചർച്ച ചെയ്യപ്പെട്ടത്. ആ ചർച്ച സൗഹൃദ മത്സരമായിരുന്നു, മതപരമായ ഒരു ധ്രുവീകരണത്തിലാണ്. തലത്തിൽ ഇപ്പൊ PK കുഞ്ഞാലിക്കുട്ടി പറയുന്നത് എല്ലാ മതേതര കക്ഷികളെയും സംഘടിപ്പിക്കുന്നതിൽ മുസ്ലിം ലീഗിന് ഒരു ചെറിയ റോൾ അവിടെ ഉണ്ട്. അഹമ്മദിന് എന്തായാലും ഒരു നേതാവ് എന്നുള്ള റോൾ അവിടെ ഉണ്ടായിരുന്നു. ആ റോളിലേക്ക് മുസ്ലിം ലീഗിന് ഇന്ന് സംസ്ഥാനത്ത് നിന്ന് അയക്കാൻ കഴിയുക PK കുഞ്ഞാലിക്കുട്ടിയാണ്. അവർ ആ ധർമ്മം നിർവഹിച്ചിരിക്കുന്നു. അപ്പൊ ഇനി എന്താ ചെയ്യാൻ പോകുന്നത്? ഉത്തർപ്രദേശില് BSPയും സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും ഇടതുപക്ഷ പാർട്ടികളെല്ലാം യോജിച്ചു നിൽക്കും. ബീഹാറിൽ ഏതാണ്ട് ആ പരീക്ഷണം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ ദേശീയ തലത്തിൽ BJPക്ക് എതിരായിട്ട് സാധ്യമായിട്ടുള്ള മഹാസഖ്യം രൂപീകരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ PK കുഞ്ഞാലിക്കുട്ടിയെ 2019 മുന്നോടിയായി അങ്ങോട്ടേക്ക് അയക്കുക എന്നുള്ളത് ഇടതുപക്ഷത്തിന്റെ കൂടി ലക്ഷ്യമായിരുന്നു. ഒരു ലക്ഷ്യമല്ല. കാര്യം ഞങ്ങൾ 2 തവണ BJP അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുണ്ട്. ഒരു തവണ അധികാരത്തിൽ നിന്ന് ഇറക്കിയിട്ടുണ്ട്, ഒരു തവണ അധികാരത്തിൽ കയറുന്നത് തടഞ്ഞിട്ടുണ്ട്. ഈ 2 സന്ദർഭത്തിലും മുസ്ലിം ലീഗ് എടുത്ത നിലപാട് എന്താണെന്ന് നമുക്കറിയാം. UDFന് BJPക്കെതിരായ പോരാട്ടത്തിൽ അധികാരത്തിൽ വരാനുള്ള അവസരങ്ങളാണ് അവർ ഉപയോഗപ്പെടുത്തിയത്. ഞങ്ങൾ അധികാരത്തിൽ വരാനല്ല അവസരം ഉപയോഗപ്പെടുത്തിയത്, പുറത്തുനിന്ന് ആ സഖ്യത്തെ രൂപപ്പെടുത്താൻ. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ടെലിഫോൺ ലൈനിലൂടെ MV ഗോവിന്ദ മാസ്റ്റർ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി താരതമ്യം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 29,000 ചില്ലുവാന 30,000-ഓളം വോട്ടുകൾ കുറയുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഇത് ഭരണത്തിന്റെ വിലയിരുത്തലായിരിക്കുമെന്ന് CPMന്റെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും വ്യക്തമാക്കുകയുണ്ടായി. ഇതാ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഇപ്പോൾ പറയുന്നത്, ഒരു നിമിഷം പോലും അധികാരത്തിൽ തുടരാൻ LDFന് അവകാശമില്ല. ജനം LDFന് മുഖമടച്ച് അടി നൽകിയിരിക്കുകയാണ്. മന്ത്രിസഭ രാജിവെച്ചു പോകണം, PB അതിനുള്ള ഒരുക്കങ്ങൾ ഇപ്പോഴേ തുടങ്ങണം എന്നാണ്. BJP ആണ് ഇതിലെ ഏറ്റവും വലിയ. ഇതിൽ ആരെങ്കിലും തോറ്റിട്ടുണ്ടെങ്കിൽ BJP ആണ്. അല്ല, ഇതിൽ BJP തോറ്റു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. നേരത്തെ ഇവരൊക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ലഭിച്ചതിനേക്കാൾ 1000-ഓളം വോട്ട് വർദ്ധിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും 1000-ഓളം നമുക്ക് കൃത്യം കണക്ക് പറയാം. എത്ര? 976 വോട്ടുകൾ കൃത്യമായിട്ട് 976 വോട്ട് കൂടി. നിയമസഭാ തെരഞ്ഞെടുപ്പുമായി നോക്കുമ്പോൾ 7000 വോട്ട് കുറഞ്ഞിട്ടുണ്ട്. അത് സ്വാഭാവികമാണ്. നേരത്തെ പറഞ്ഞല്ലോ, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതേ വേദിയിൽ വെച്ച് നിങ്ങളുടെ സ്ഥാനാർത്ഥി തന്നെ പറഞ്ഞത് 6 ഇരട്ടി വോട്ട് കൂടും എന്നാണ് പ്രതീക്ഷ എന്നാണ്. അപ്പോൾ 6 ഇരട്ടി വോട്ട് കൂടുകയാണെങ്കിൽ ജയം നിങ്ങൾ ഉറപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അതെ 6 ഇരട്ടി വോട്ട് കൂടുകയാണെങ്കിൽ ജയിക്കാനും സാധ്യതയുണ്ടെന്നാണ്. അതായത് ജയിക്കാൻ സാധ്യതയുണ്ട്, 6 ഇരട്ടി വോട്ട് കൂടും എന്ന്. ഈ 36 ഇഞ്ചോ അല്ലെ 61 ഇഞ്ചോ ശരീരം ഉള്ള നരേന്ദ്രമോദിയെ മുൻനിർത്തി നിങ്ങൾ നേരിട്ട ഈ ഉപതെരഞ്ഞെടുപ്പിൽ സംഭവിച്ചിരിക്കുന്നത് ഏറ്റവും വലിയ പരാജയമാണ് BJPയുടെ ചരിത്രത്തിൽ. അല്ല, അങ്ങനെയൊന്നുമില്ല. ഈ പാർലമെന്റ് ഉപതെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായിട്ടും കേരളത്തിൽ കഴിഞ്ഞ 2014 മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ തെരഞ്ഞെടുപ്പുകളിലും
വലിയ മുന്നേറ്റമാണ് BJPക്ക് ഉണ്ടായിട്ടുള്ളത്. അത് അരുവിക്കരയും നെയ്യാറ്റിൻകരയും അതുപോലെ തന്നെ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും ഒക്കെ അത്തരത്തിലുള്ള ഒരു മുന്നേറ്റം BJPക്ക് ഉണ്ടായിട്ടുണ്ട്. അവിടെയൊക്കെ പല സ്ഥലങ്ങളിലും 6 ഇരട്ടിയും 5 ഇരട്ടിയും തന്നെയാണ് വോട്ട് കിട്ടിയിട്ടുള്ളത്. കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതികളെ സംബന്ധിച്ചും കേന്ദ്ര ഗവൺമെന്റിലേക്ക് നമുക്ക് പോകാം. എന്റെ ചോദ്യം ഞാൻ ആവർത്തിക്കുന്നില്ല. എന്തുകൊണ്ടാണത് ഭരണത്തിന്റെ വിലയിരുത്തലാകുമെന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചിട്ടും വലിയ തിരിച്ചടി, ഭരണത്തിന് നല്ല രീതിയിലുള്ള വിലയിരുത്തൽ ഉണ്ടാകുമെന്നാണല്ലോ വിചാരിച്ചിരുന്നത്, എന്നിട്ടും എന്തുകൊണ്ടാണ് വലിയ തിരിച്ചടി ഉണ്ടായത്? അല്ല, ഒരു തിരിച്ചടി ഉണ്ടായില്ലല്ലോ. എവിടെയാണ് തിരിച്ചടി ഉണ്ടായത്? മലപ്പുറം പാർലമെന്റ് നിയോജകമണ്ഡലം ഇടതുപെട്ട ജനാധിപത്യം ജയിക്കുമെന്ന് ആരെങ്കിലും പ്രതീക്ഷിച്ചോ? ഈ കേരളത്തിൽ രാഷ്ട്രീയത്തിന്റെ ABCD അറിയുന്ന ആരെങ്കിലും പറയോ മലപ്പുറം പാർലമെന്റ് നിയോജകമണ്ഡലത്തിലേക്ക് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുപെട്ട ജനാധിപത്യം ജയിക്കാൻ സാധ്യതയുണ്ട് എന്ന് രാഷ്ട്രീയ നിരീക്ഷകർക്കോ രാഷ്ട്രീയമായിട്ട് കാര്യങ്ങൾ ആലോചിക്കുന്ന ആൾക്കോ പറയാൻ സാധിക്കുമോ? പറയാൻ സാധിക്കുന്നില്ല. 2004 നിങ്ങൾ ജയിച്ച മണ്ഡലത്തിന് 70% ചേർന്നതാണ് മലപ്പുറം ലോക്സഭാ മണ്ഡലം. അവിടെ നിങ്ങൾക്ക് നല്ലൊരു സ്ഥാനാർത്ഥിയെ നിർത്തിയിരുന്നുവെങ്കിൽ, രാഷ്ട്രീയമായ ഒരു പോരാട്ടം സംഘടിപ്പിച്ചിരുന്നുവെങ്കിൽ ജയസാധ്യത ഉണ്ടാകുമായിരുന്നു. അല്ല, ഞങ്ങൾ നിർത്തിയ സ്ഥാനാർത്ഥി ഏറ്റവും മെച്ചപ്പെട്ട സ്ഥാനാർത്ഥിയാണ്. രാഷ്ട്രീയ പോരാട്ടം തന്നെയാണ് സംഘടിപ്പിച്ചത്. ശരിയായ രാഷ്ട്രീയ നിലപാട്, അതായത് മതനിരപേക്ഷ ഉള്ളടക്കത്തോടുകൂടി അഴിമതിരഹിതമായ ഒരു സമൂഹം, അതിന്റെ ഭാഗമായിട്ട് കേരളത്തിന്റെ വികസനം, ഈ രാഷ്ട്രീയം കൃത്യമായിട്ട് അവതരിപ്പിച്ചുകൊണ്ട് തന്നെയാണ്. ന്യൂനപക്ഷ വർഗീയതയുടെ വിഭാഗങ്ങളെ ഒപ്പം നിർത്താൻ ഒരു ഭാഗവും ഭൂരിപക്ഷ വർഗീയത ഒപ്പം ചേർന്നുകൊണ്ട് നിൽക്കുന്ന NDAയും, അതായത് BJP RSS വിഭാഗവും രണ്ടും രണ്ടായിട്ട് നിൽക്കുന്ന പശ്ചാത്തലത്തിൽ മതനിരപേക്ഷ ഉള്ളടക്കത്തോടുകൂടി ജനങ്ങളെ സമീപിച്ചാൽ ജനങ്ങൾ ഇടതുപെട്ട ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിട്ട് ഇവർക്കെല്ലാം ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ വോട്ട് ഞങ്ങൾക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് വിജയമായി, അല്ലെങ്കിൽ പോരാട്ടത്തിലെ ഒരു പ്രധാനപ്പെട്ട നാഴികക്കല്ലായി മലപ്പുറം ഉപതെരഞ്ഞെടുപ്പിനെ കാണാൻ സാധിക്കും. ഇപ്പൊ BJPക്ക് വോട്ട് ലഭിച്ചില്ല എന്നുള്ളത് സത്യമാണ്. അവരെ തന്നെ സമ്മതിക്കുന്നുണ്ട്. അവരുടെ റേഷ്യോ കുറയുകയാണ് ചെയ്തിട്ടുള്ളത്. ശതമാനക്കണക്കെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ കുറയുകയാണ് ചെയ്തിട്ടുള്ളത്. ഞങ്ങൾക്ക് 8%-ലധികം വോട്ട് കൂടുതൽ കിട്ടി. 1 ലക്ഷത്തിലധികം വോട്ട് ഞങ്ങൾക്ക് കൂടുതൽ കിട്ടി. UDFന് അത് കിട്ടിയില്ല. അതുപോലെ തന്നെ അവരുടെ ഭൂരിപക്ഷം നിലനിർത്താൻ അവർക്കായില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഫലപ്രദമായ രീതിയിൽ ഈ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഉയർത്തിയ മുദ്രാവാക്യത്തിന്റെ പ്രസക്തി, ശാസ്ത്രീയത, അതിന്റെ ആവശ്യകത, ജനകീയത എല്ലാം കൃത്യമായിട്ട് ഉയർത്തിപ്പിടിച്ചു എന്നുള്ളത് കൊണ്ട് ജനങ്ങൾ ഞങ്ങൾക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്യുന്നുണ്ട്. ആർക്ക് വോട്ട് ചെയ്തതിനേക്കാളും കൂടുതൽ ആളുകൾ ഞങ്ങൾക്ക് അനുകൂലമായിട്ട്. ചർച്ചയിൽ താങ്കളെ ആവശ്യമുണ്ട്. മുസ്ലിം ലീഗ് മുസ്ലിം വർഗീയതയും അതിന് എതിരായിട്ടുള്ള വർഗീയ ധ്രുവീകരണത്തിന് BJPയും ശ്രമിച്ചു, ഹിന്ദു വർഗീയ ധ്രുവീകരണത്തിന് BJPയും ശ്രമിച്ചു എന്നുള്ളതാണ് നിരീക്ഷണമായി ശ്രീ MV ഗോവിന്ദൻ മാസ്റ്റർ ചൂണ്ടിക്കാണിക്കുന്നത്. അതിന് ബദലായി ഒരു മതേതര കക്ഷികളുടെ പ്രകടനമായി കാണാം. പറഞ്ഞോളൂ, അത് പറഞ്ഞോളൂ, കേൾക്കാം, പറയൂ. പെരിന്തൽമണ്ണയിലും മങ്കടയിലും ഒക്കെ വലിയ മുന്നേറ്റം ഉണ്ടാക്കുമെന്ന് പറഞ്ഞ് രാവിലെ സാർ തന്നെയാണ് ചാനൽ ചർച്ചയിൽ പറഞ്ഞിരുന്നു. അത് മാത്രമല്ല, വലിയ രീതിയിൽ കൊട്ടിഘോഷിച്ച്, അതായത് അവരുടെ പ്രകടനവും അതുപോലെ അനൗൺസ്മെന്റും ഒക്കെ കണ്ടാൽ ഏറ്റവും വലിയ മത്സരിക്കുന്ന ടീം CPM ആണ് തന്നെയാണ് പ്രതീതി ഉണ്ടാക്കിയിരുന്നത്. പക്ഷേ എന്തുകൊണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വെറും 1500 വോട്ട് മാത്രം ഉണ്ടായത് മങ്കടയിൽ 19,000 വോട്ടും, അതുപോലെ 500 വോട്ടുണ്ടായിരുന്ന പെരിന്തൽമണ്ണയിൽ 8500 വോട്ട് ആ നിങ്ങളുടെ ഭരണത്തിന്റെ വിലയിരുത്തലാണോ? പെരിന്തൽമണ്ണയിലെ 8500 വോട്ട് എന്ന് പറഞ്ഞാൽ വെൽഫെയർ പാർട്ടിയും PDP നമ്മളെ SDPIയും ചേർന്നാൽ ഏതാണ്ട് 8000 വോട്ടായി. അത് മൈനസ് ചെയ്ത 500 വോട്ടിന്റെ വ്യത്യാസത്തെ പെരിന്തൽമണ്ണയിലുള്ളൂ. അത് കണക്കെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ കാണാൻ കഴിയും. നമ്മുടെ ഈ ഇലക്ഷന്റെ പ്രത്യേകത കൃത്യമാണ്. വെൽഫെയർ പാർട്ടിയുടെയും SDPIയുടെയും വോട്ടിന്റെ ഷെയർ കൂട്ടിയാൽ അതാണ് UDFന്റെ ഈ വർധനവായി മാറിയിട്ടുള്ളത്. അതില്ലായിരുന്നെങ്കിൽ പരമദയനീയമായി മാറുമായിരുന്നു ലീഗിന്റെ അവസ്ഥ എന്നുള്ളതാണ്. പെട്ടെന്ന് പറയാണ്ടെങ്കിൽ ഒന്ന് കൺക്ലൂഡ് ചെയ്തോ. പറഞ്ഞോ, മൈക്ക് എടുക്കൂ. ഇവിടെ വീണ്ടും ആവർത്തിക്കുകയാണ് SDPIയുടെയും വെൽഫെയർ പാർട്ടിയുടെയും വോട്ട്. എന്റെ സ്നേഹിതൻ അറിയാം, ഇവിടെ വെൽഫെയർ പാർട്ടിയുമായും SDPIയുമായും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ആരാണ് കൂട്ടുചേർന്നത്? മലപ്പുറത്തിന് തൊട്ടടുത്താണ് മങ്കട നിയോജകമണ്ഡലത്തിലെ കൂട്ടിലങ്ങാടി ഗ്രാമപഞ്ചായത്ത്. ആ കൂട്ടിലങ്ങാടി ഗ്രാമപഞ്ചായത്തിൽ CPM ആരുമായിട്ടാണ് ഭരണത്തിൽ പങ്കാളിത്തം വഹിച്ചുകൊണ്ടിരിക്കുന്നത്? ആരുമായി ചേർന്നാണ് ഭരിക്കുന്നത്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ നിലപാടും നിയമസഭയുടെ നിലപാടും
ലോക്സഭയിലെ നിലപാടും CPM ഉണ്ടോ എന്നൊരു വ്യക്താക്കണം. വെറുതെ ഞങ്ങളെ കുറിച്ച് SDPയുമായും വെൽഫെയർ പാർട്ടിയുമായും യാതൊരു ബന്ധവുമില്ലാത്ത ഞങ്ങൾക്ക് കിട്ടിയ വോട്ടൊക്കെ അവരുടെ അക്കൗണ്ടിൽ ചെയ്താൽ ഞങ്ങൾ സമ്മതിക്കുന്നു. ഞാനൊരു കാര്യം പറയട്ടെ. രാവിലെ വിജയം കഴിഞ്ഞതിന് ശേഷം കുഞ്ഞാലിക്കുട്ടി സാഹിബ് തന്നെ പറഞ്ഞത് അവരോട് ഞങ്ങൾ വോട്ട് ചോദിച്ചിട്ടില്ല, അവർ തരുന്നും പറഞ്ഞിട്ടില്ല, പക്ഷെ അവർ ചെയ്തിട്ടുണ്ടാവാം, ചെയ്തിട്ടില്ലാതിരിക്കാം. ഇതാണ് അറേഞ്ച്മെന്റ്. എങ്ങനെയാണ് അറേഞ്ച്മെന്റ്? നിങ്ങൾ സ്ഥാനാർത്ഥികളെ നിർത്തരുത്, നിങ്ങളുടെ പ്രമുഖരായ കേഡർമാർ പോയി പരസ്യമായി വോട്ട് ചെയ്യരുത്, പക്ഷെ നിങ്ങൾക്ക് ചെയ്യാവുന്ന മുഴുവൻ വോട്ടും ഞങ്ങൾക്ക് ചെയ്യണം. ഇതാണ് മുസ്ലിം ഏകീകരണത്തിന്റെ ശ്രമം. ഒരു വാചകം കൂടി. വള്ളിക്കുന്ന് പഞ്ചായത്തിൽ UDF BJPയുടെ സ്ഥാനാർത്ഥി കൗൺസിലറുടെ പിന്തുണയോടുകൂടിയാണ് അവിടെ മുസ്ലിം ലീഗ് ഭരിക്കുന്നതെന്ന് മറക്കണ്ട. ഭരണപക്ഷത്തിന്റെ പ്രതിനിധിയോടാണ് എന്റെ ഒരു ചോദ്യമുള്ളത്. ഇന്ന് രാവിലെ മുതൽ ഈ സമയം വരെ, ഇപ്പോൾ മുൻപ് ഇവിടെ ചർച്ചയിൽ സംസാരിച്ച CPMന്റെ പ്രതിനിധിയും പറഞ്ഞത്, ഇവിടെ UDFന് കിട്ടിയ ഒരു ഭാഗത്ത് മതനിരപേക്ഷത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് CPM നിൽക്കുന്നു, മറുഭാഗത്ത് മുസ്ലിം ലീഗിന്റെ സഹായിച്ചിട്ടുള്ളത് മുഴുവൻ വർഗീയ വോട്ടുകളാണ് എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെയുള്ള 5 ലക്ഷത്തി ചില്ലാനം ആളുകൾ വർഗീയവാദികളാണ്, തീവ്രവാദികളാണ് എന്നുള്ള രൂപത്തിലുള്ള പ്രചരണമാണ് ഇന്ന് രാവിലെ മുതൽ CPM നേതൃത്വം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് അതിന്റെ അടിസ്ഥാനം? അങ്ങനെയല്ല, അത് കറക്റ്റ് ചെയ്യേണ്ടതാണ്. നമ്മളിവിടെ പറഞ്ഞത് ഒരു കണക്ക് വെച്ചിട്ടാണ്. നമ്മുടെ SDPIക്കും വെൽഫെയർ പാർട്ടിക്കും കിട്ടിയ, അവർക്ക് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ വോട്ട് അത് എത്ര പെർസെന്റേജ് ആണ്? മലപ്പുറത്തെ കണക്ക് എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല. 74% മുസ്ലിങ്ങളും 24% ഹിന്ദുക്കളും 2% ക്രിസ്ത്യാനികളുമാണ് എന്നാണ്. ഒരുപക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം ഉണ്ടായിരിക്കാം. ഈ 74% മുസ്ലിങ്ങൾ ആണോ യഥാർത്ഥത്തിൽ ഇവിടുത്തെ മുസ്ലിം ലീഗിന്റെ വോട്ട് ബാങ്ക്? ആ നിലയിൽ മലപ്പുറത്തെ മുഴുവൻ ആളുകളെയും അല്ലെങ്കിൽ മുഴുവൻ മുസ്ലിങ്ങളെയും വർഗീയവാദികളായി ചിത്രീകരിക്കുകയാണോ നിങ്ങൾ? അല്ല, ഞങ്ങൾക്ക് കിട്ടിയ വോട്ടിലെ ഭൂരിപക്ഷം വോട്ട് മുസ്ലിം വോട്ടാണ്. പിന്നെ അങ്ങനെ വർഗീയവാദിയായിട്ട് ചിത്രീകരിക്കുക? ഞങ്ങൾക്ക് അവിടെ കിട്ടിയിട്ടുള്ള വോട്ടില്ലേ, 3 ലക്ഷത്തിലധികം വോട്ട് നമുക്ക് കിട്ടിയല്ലോ. ഈ പറഞ്ഞ 8% വർധനവുണ്ടായല്ലോ. ഈ വർധനവുണ്ടായ വോട്ടിൽ മഹാഭൂരിപക്ഷവും മുസ്ലിം വോട്ടാണ്. അതിലിപ്പോ എന്താ ആൾക്കാർ തർക്കമുള്ളത്? അപ്പൊ മുസ്ലിം വോട്ടിന്റെ പൂർണ്ണമായ കുത്തകാവകാശം പണ്ട് അവകാശപ്പെടുന്നത് പോലെ മുസ്ലിം ലീഗിനാണെന്ന് പറയാൻ സാധിക്കില്ല. ഞാൻ പറഞ്ഞു വന്നത് ഉണ്ടാക്കുകയാണെങ്കിലാണ് ഈ പറയുന്ന വോട്ടുകൾ അവർക്ക് സമാഹരിക്കാൻ കഴിയുക. ഏതാണ്ട് ഇന്നിപ്പം PK കുഞ്ഞാലിക്കുട്ടിക്ക് കിട്ടിയ ഇത്രയധികം വോട്ടുകൾ പാർട്ടിയും ജമാഅത്ത് ഇസ്ലാമിന്റെയും അതുപോലെ തന്നെ വർഗീയവാദ നിലപാടുകൾ സജീവമായിട്ട് ഇപ്പോഴും ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നിലപാട് മുസ്ലിം ലീഗ് കൈകൊള്ളും. എന്നാൽ അകത്ത് ഈ തരത്തിലുള്ള തീവ്രവാദികളെയും മറ്റുമെല്ലാം കൂട്ടിയോജിപ്പിച്ച് ഒരു ഇൻഡയറക്റ്റ് ആയ, ഒരു പരോക്ഷമായ മുസ്ലിം ഏകീകരണത്തിനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. പുറത്ത് ഒരു മതേതരമായ അകത്ത് നല്ല CPMനെ പോലെയുള്ള ഒരു മതനിരപേക്ഷ പ്രസ്ഥാനം എന്ന് പറയുന്ന പ്രസ്ഥാനം ഇങ്ങനെ വോട്ടർമാർക്കിടയിൽ മുസ്ലിം വോട്ട്, ഹൈന്ദവ വോട്ട്, ക്രൈസ്തവ വോട്ട് എന്ന് വേർതിരിവുണ്ടാക്കുന്നത് ഒട്ടും ശരിയല്ല. ഇവരുടെ ഈ നിലപാടാണ് BJPക്ക് വളർന്നു വരാൻ അവസരമൊരുക്കിയത്. എന്നിട്ട് BJP ഇവിടെ വളർന്നില്ലല്ലോ. BJPയെ വളർത്താൻ നിങ്ങൾ ശ്രമിച്ചു. മലപ്പുറത്തെ ജനങ്ങൾ ഉത്ബുദ്ധരായതുകൊണ്ട് BJPയെ നിങ്ങളെയും എഴുതിത്തള്ളി. അല്ല, ഞങ്ങൾ നടത്തിയിട്ടുള്ള അതിശക്തമായ രാഷ്ട്രീയ പ്രചരണമാണ്. ഹലോ സാർ, എനിക്ക് ശശികുമാർ സാറോടാണ് സംസാരിക്കാനുള്ളത്. അതായത് സാർ ഒരുപാട് നേരം ഈ ചാനലിലും ഇവിടെയൊക്കെ വന്ന് സംസാരിക്കുന്നത് SDPI വെൽഫെയറിന്. ഞങ്ങൾ ആരും ചാനലിലോ വാർത്തയിലോ കണ്ടിട്ടില്ല SDPIയും വെൽഫെയർ പാർട്ടിയും മുസ്ലിം ലീഗിന് പിന്തുണ പ്രഖ്യാപിച്ചത്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, PDP എന്നൊരു പാർട്ടി CPMന് അല്ലെങ്കിൽ LDFന് ശക്തമായ പിന്തുണ പ്രഖ്യാപിച്ച് വന്നിട്ടും അത് എന്തുകൊണ്ടാണ് വേണ്ടാന്ന് പറയാനുള്ള നട്ടെല്ല് കാണിക്കാതെ? ഞങ്ങൾ വേണ്ട എന്ന നിലപാടെടുത്തു. അതിനുശേഷം ഞങ്ങൾ വേണ്ട എന്നുള്ള നിലപാട് പരസ്യമായി പറഞ്ഞു. അവരതിനുശേഷവും ഞങ്ങൾ ശശികുമാർ സാർ അവരെ കൊണ്ട് അത് പറയിച്ചതിൽ ഞങ്ങൾക്ക് വല്ല കൂടിയുണ്ട്. ഒരു കാര്യം കേൾക്കും, നിങ്ങളെല്ലാം മുസ്ലിം ലീഗുകാരാണെന്ന് എനിക്കറിയാം. ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ ശശികുമാറിന് കൂടുതൽ അവസരം കൊടുക്കലാണ്. ഉഭയത്തുള്ളവർ കൂടെ ചോദ്യം ചോദിക്കാം. ശശികുമാർ സാർ, നിങ്ങൾ ഇതിനു മുമ്പ് മലപ്പുറം ജില്ലയില് മുസ്ലിം ലീഗിന്റെ പ്രഗത്ഭരായ നേതാക്കന്മാർ ഒന്നടങ്കം തോറ്റിട്ടുണ്ട് ഒരു സമയത്ത്. ആ സമയത്ത് നിങ്ങൾ മലപ്പുറം ജില്ലയിലെ വോട്ടർമാരെയും വാനോളം പുകഴ്ത്തി സംസാരിച്ചിട്ടുണ്ട്, അവരുടെ മതേതര ബോധവും അവരുടെ ജനാധിപത്യ ബോധത്തെ കുറിച്ചൊക്കെ. അതേ ആളുകള്
ഇത്രയും വലിയ ഭൂരിപക്ഷത്തിന് നിങ്ങളെ തോൽപ്പിക്കുമ്പോൾ ഇന്ന് രാവിലെ മുതൽ നിങ്ങളുടെ സ്ഥാനാർത്ഥി അടക്കം നിങ്ങളുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി വരെ എല്ലാ നേതാക്കന്മാരും ഒരേ ഭാഷയിൽ പറയുകയാണ് വർഗീയവാദികളുടെ വിജയമാണെന്ന്. നിങ്ങൾ വിജയിപ്പിക്കുമ്പോൾ മലപ്പുറം ജില്ലയിലെ മതേതരവാദികളുടെ ഉന്നതമായ വിജയം. നിങ്ങൾ 1.5 ലക്ഷത്തിനോ 1.25 ലക്ഷത്തിനോ തോൽക്കുമ്പോൾ ഈ മലപ്പുറം ജില്ലക്കാർ മുഴുവൻ വർഗീയവാദികൾ. ഈ തോന്നിവാസം പറച്ചിൽ ഇനിയെങ്കിലും നിങ്ങൾക്ക് അവസാനിപ്പിച്ചൂടെ? അല്ല, അതിനെ ദുർവ്യാഖ്യാനം ചെയ്യാണ് നിങ്ങൾ. ഇവിടെ എം വി ഗോവിന്ദൻ മാഷ് പറഞ്ഞതുപോലെ ഇടതുപക്ഷത്തിന് കിട്ടിയ വോട്ടിൽ ഗണ്യമായ മഹാഭൂരിപക്ഷം വോട്ട് മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ള ആളുകൾ ചെയ്ത വോട്ടാണ്. അപ്പോ അത് ആ ചോദ്യം ചോദിക്കാമെന്നും ഉത്തരം പറയാൻ പാടില്ല എന്നും പറഞ്ഞ എങ്ങനെ ശരിയാവും? ചോദ്യം ചോദിച്ചാൽ ചോദ്യത്തിന് ഉത്തരം അതേ ഭാഷയിൽ പറയേണ്ടി വരില്ലേ? അപ്പൊ ആ ചോദ്യം ചോദിക്കുന്നത് അങ്ങനെ ചോദിക്കാതിരിക്കാം, നമുക്ക് പരിശോധിക്കാം. അപ്പൊ ഇവിടെ ഉണ്ടായിട്ടുള്ളത് അവിടെ ഒരു പ്രസക്തമായിട്ടുള്ള ഒരു വളരെ കൃത്യമായിട്ടുള്ള ഒരു ചോദ്യം ഞാനതാണ് പറയാൻ പോകുന്നത്. അതായത് ഇവിടെ ഉണ്ടായത് നമ്മൾ മുസ്ലിം ലീഗിനെ SDPI പോലെ കാണുന്നതല്ല. SDPIയും മുസ്ലിം ലീഗും രണ്ടാണ്. പക്ഷെ നിങ്ങൾ എന്താ ചെയ്യുന്നത്? അവസരോചിതമായി SDPIയോട് ഒരു നിലപാടെടുക്കുകയാണ്, അവരെ ഉപയോഗപ്പെടുത്തുകയാണ്. വെൽഫെയർ പാർട്ടിയിലെ പ്രമുഖരായ നേതാക്കന്മാർ വോട്ട് ചെയ്യാൻ പോകുന്നില്ല, അവരുടെ കുടുംബാംഗങ്ങളുടെ വോട്ട്. അതിനൊരു ന്യായമുണ്ട്. എന്താ പറയുന്ന ന്യായം? ദേശീയ രാഷ്ട്രീയത്തിൽ BJPയെ നേരിടാൻ മുസ്ലിം വിഭാഗങ്ങൾ ഒരുമിച്ച് നിൽക്കണം, കുഞ്ഞാലിക്കുട്ടിക്ക് നല്ല വിജയം ഉണ്ടാവണം എന്ന ഒരു രാഷ്ട്രീയം നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ അതിന്റെ നെഗറ്റീവാണ് ആര് ചെയ്തുകൊണ്ടിരിക്കുന്നത്? BJP ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ രണ്ട് വർഗീയ ധ്രുവീകരണം നടക്കുന്ന ഘട്ടത്തിൽ ഇടതുപക്ഷം അതിനെ പൊളിറ്റിക്കലായി നേരിടാൻ ശ്രമിച്ചു. അതിന് കിട്ടിയ വിജയമാണ് 1 ലക്ഷത്തിൽ അധികം വരുന്ന അധിക വോട്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. പറയപ്പെടുന്ന വർഗീയ ധ്രുവീകരണത്തിനുള്ള ശ്രമങ്ങളൊക്കെ ഉണ്ടായി എന്ന് പറയപ്പെടുന്നു. ശശികുമാറിനോടാണ് ഞാൻ ചോദിക്കുന്നത്. ഇത് പറയപ്പെടുന്ന സമയത്തും 3,44,000 ആളുകൾ ഇടതുപക്ഷം ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയത്തെ പിന്തുണക്കാൻ വേണ്ടി മലപ്പുറം മണ്ഡലത്തിനകത്ത് തയ്യാറായിരിക്കുന്നു എന്നുള്ളത് പുതിയ പ്രതീക്ഷകൾ നൽകുന്ന ഒരു തെരഞ്ഞെടുപ്പ് റിസൾട്ടായിട്ടല്ലേ വന്നിട്ടുള്ളത് എന്നുള്ളത്. ഞാൻ ഒരു ചോദ്യം കൂടി ബഹുമാനപ്പെട്ട സാഹിബിനോട് ചോദിക്കുകയാണ്. ഒന്ന്, നിങ്ങൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കണക്ക് ഇതിൽ എടുത്തിട്ടു. മലപ്പുറം നിയോജക മണ്ഡലത്തിൽ ഈ ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് ഭൂരിപക്ഷം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിനുണ്ടായിരുന്ന ഭൂരിപക്ഷം ഈ മലപ്പുറം നിയമസഭാ മണ്ഡലത്തിനകത്ത് കുറഞ്ഞുപോയി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് കിട്ടിയിട്ടുള്ള വോട്ടിൽ നിന്ന് 6000-ഓളം വോട്ട് മലപ്പുറം നിയമസഭാ മണ്ഡലത്തിൽ വർദ്ധിച്ചു. അത് മലപ്പുറം നിയമസഭാ മണ്ഡലത്തിലെങ്കിലും മുസ്ലിം ലീഗിന്റെയും MLA എന്ന രീതിയിലുള്ള പരാജയമായിട്ട് നിങ്ങൾ കണക്കാക്കുമോ? നല്ല ചോദ്യം. പിന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 1,94,739 വോട്ടിനാണ് അഹമ്മദ് സാഹിബ് ജയിച്ചത്. അഹമ്മദ് സാഹിബിന്റെ ഭൂരിപക്ഷം. അതെ, ഞാൻ പറയട്ടെ, ചോദ്യം മനസ്സിലായി. ഈ തെരഞ്ഞെടുപ്പിൽ അത് 1.71 കുറഞ്ഞിട്ടുണ്ട്. അതിന്റെ ആനുപാതികമായ കുറവ് മലപ്പുറം മണ്ഡലത്തിൽ 2 മണ്ഡലത്തിൽ മാത്രമാണ് മുസ്ലിം കഴിഞ്ഞ തവണത്തേക്കാൾ കുറഞ്ഞിട്ടുള്ളത്, നിയമസഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ കുറഞ്ഞിട്ടുള്ളത്. അതിലൊന്നും മലപ്പുറമാണ്. ചോദ്യം ഇതാണ്, നിയമസഭാ തെരഞ്ഞെടുപ്പ് താരതമ്യം ചെയ്യാമെങ്കിൽ അങ്ങനെയാണെങ്കിൽ താങ്കളുടെ ജനപ്രീതിയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മലപ്പുറം അസംബ്ലി മണ്ഡലത്തിൽ കിട്ടിയത് 81,072 വോട്ടാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ലീഡ് നോക്കൂ. എത്രയായിരുന്നു നിങ്ങളുടെ ഉബൈദുള്ളയുടെ ലീഡ്? എത്രയാണ്? എന്റെ ലീഡും ഈ ലീഡും തമ്മിൽ ഒരു 2,500 വോട്ട്. ഒരു ചോദ്യം അപ്പൊ ആ പോയിന്റ് ഒരു ചോദ്യം അല്ല അല്ല എനിക്ക് കിട്ടിയ ലീഡ് എനിക്കറിയില്ല. 35,000 കൂട്ടിയാൽ മതി. 35,000 ഇടതുപക്ഷത്തിന് അധികമായി ഇല്ലല്ല. കാരണം ഞാൻ പറട്ടെ, 45,000 വോട്ടാണ് ഇടതുപക്ഷത്തിന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയത്. അത് 51,000-ൽ ഞാൻ പറഞ്ഞല്ലോ. നിങ്ങൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കണക്ക് വെച്ചാണ് ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നെങ്കിൽ ആ കണക്ക് വെച്ച് എന്തുകൊണ്ട് മലപ്പുറം 5,000 വോട്ട് ഞങ്ങൾക്ക് കൂടിയുണ്ട്. 5,000 വോട്ട് ഞങ്ങൾക്ക് കൂടിയുണ്ട്. പറട്ടെ, ഇവര് പറഞ്ഞ ശരിയല്ല. 35,672 വോട്ടിന്ന് 33,287 കുറച്ച് എത്ര ഉണ്ടെന്ന് കൂട്ടിയാൽ മതി. 2,500 ഡിഫറൻസ് ഉണ്ട് ഭൂരിപക്ഷത്തില്. പക്ഷെ 5,000 വോട്ട് വർദ്ധിച്ചിട്ടുണ്ട് ഇവിടെ മലപ്പുറം മണ്ഡലത്തിൽ. അപ്പൊ LDFന് വർദ്ധിച്ചിട്ടുണ്ട്. കക്ഷിയാണെന്നുണ്ടെങ്കിൽ കൂട്ടനങ്ങാടി പഞ്ചായത്തില് നിങ്ങൾക്ക് ഭരണം പിരിച്ചുവിട്ടൂടെ? അതുപോലെ തന്നെ ദിശ എന്നൊരു പത്രം ഇറക്കിയിരുന്നു. അത് ആരെ പ്രീണിപ്പിക്കാൻ വേണ്ടിയായിരുന്നു നിങ്ങൾ അച്ചടിച്ചിറക്കിയത്? പ്രിയപ്പെട്ട ശശിയേട്ടനോടാണ്. കാരണം ഈ മലപ്പുറത്തെ ആളുകളൊക്കെ വർഗീയവാദികളും തീവ്രവാദികളൊക്കെ ആയി നിങ്ങളെ ചർച്ചയിൽ വല്ലാതെ വരുന്നുണ്ട്. നിങ്ങളുടെ പാർട്ടി
ഞാൻ മങ്കട പഞ്ചായത്തിലെ ഒരു മെമ്പറാണ്. മങ്കട പഞ്ചായത്തിലും കൂട്ടിലങ്ങാടി പഞ്ചായത്തിലുമൊക്കെ ഭരിക്കുന്നത് ഈ വെൽഫെയർ പാർട്ടിയെ കൂട്ടുപിടിച്ചിട്ടാണ്. നിങ്ങളൊക്കെ വലിയ രീതിയിൽ വെൽഫെയർ പാർട്ടിക്കെതിരെയൊക്കെ വർഗീയവാദികളായിട്ട് മാർക്സിസ്റ്റ് പാർട്ടിയൊക്കെ പറയുന്നെങ്കിൽ ആ 2 പഞ്ചായത്തിലും അതുപോലെ കുറെ പഞ്ചായത്തുണ്ട്, എനിക്കറിയുന്ന ആ 2 പഞ്ചായത്തിൽ ഭരണം നിങ്ങളൊന്ന് ഒഴിവാക്കാൻ തയ്യാറുണ്ടോ? അതാണ് ഞാൻ വള്ളിക്കുന്ന് പഞ്ചായത്തിന്റെ ഉദാഹരണം പറഞ്ഞത്. താമരയുടെ പിന്തുണയോടുകൂടി BJP-യുടെ പിന്തുണയോടുകൂടിയാണ് UDF ഭരിക്കുന്നത്. വലതുപക്ഷവുമായിട്ട് ഒരു സ്ഥലത്തും ബന്ധമില്ല. BJP വോട്ട് ചെയ്ത സ്ഥലത്ത് പോലും രാജിവെച്ച് പോയിട്ടുള്ള ചരിത്രമേ ഉള്ളൂ. മലപ്പുറം ജില്ലയിൽ പ്രത്യേകിച്ച് UDF അതിന് തയ്യാറാവും. പരപ്പനങ്ങാടി നഗരസഭ ന്യൂനപക്ഷങ്ങളുടെ വോട്ടിന് വേണ്ടിയിട്ട് പരപ്പനങ്ങാടി നഗരസഭ BJP വിരുദ്ധമായ ഒരു ശക്തമായ UDF നടക്കുന്നത്. അപ്പൊ സ്വാഭാവികമായും എവിടെയൊക്കെ വേണോ അവിടെയെല്ലാം UDF-നെ സ്വീകരിക്കുവാൻ, പരപ്പനങ്ങാടി നഗരസഭ എവിടെയൊക്കെ വേണോ അവിടെ ഉപയോഗപ്പെടുത്തുകയാണ് BJP UDF ബന്ധം. PC ജോർജ്, മലപ്പുറത്തെ കുഞ്ഞാലിക്കുട്ടിയുടെ വിജയത്തെ താങ്കൾ എങ്ങനെ വിലയിരുത്തുന്നു? പരപ്പനങ്ങാടി നഗരസഭയിൽ BJP മാറി നിന്ന് UDF-ന് അല്ല, പരപ്പനങ്ങാടി CPM വോട്ട് ചെയ്യണോ? അല്ല, വേണ്ട, ഞങ്ങൾക്ക് വോട്ട് വേണ്ട, സഹായം വേണ്ട. ഞങ്ങൾക്ക് ആകെ 4 കൗൺസിലർമാരുണ്ട്. ആ 4 കൗൺസിലർമാരെ ഞങ്ങൾ എന്ത് നിലപാട് സ്വീകരിക്കും? BJP ബന്ധം പറഞ്ഞിട്ട് ഇവിടെ ന്യൂനപക്ഷ വോട്ടുകൾ നേടാൻ വേണ്ടി ശ്രമിക്കും. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ വേറെ വാദഗതികൾ ഉയർത്തും. അത് ശരിയല്ല. ആ പറയുന്നതിലൊന്നും അർത്ഥമില്ല, ഒരു അടിസ്ഥാനമില്ലാതെ. പഞ്ചായത്തിൽ BJP മാറി നിൽക്കുക എന്ന് പറഞ്ഞാൽ ലീഗിനെ പിന്തുണക്കുക എന്നാണോ സാറേ അർത്ഥം? എന്താണ് ഇതിന്റെ അടിസ്ഥാനം? BJP-ക്ക് ഒരു സ്ഥാനാർത്ഥിയെ നിർത്താം. അല്ല, അതോ CPM-നെ BJP-ക്ക് ഒരു സ്ഥാനാർത്ഥിയെ നിർത്താം. BJP-ക്ക് ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി മത്സരിക്കാം. അല്ല, BJP-ക്ക് 4 സീറ്റേ ഉള്ളൂ. ശശിയുടെ കാര്യം മനസ്സിലാക്കുക. 4 സീറ്റിന് വേണ്ടി സ്ഥാനാർത്ഥിയെ മത്സരിച്ച എന്റെ ചോദ്യം ശശിയേട്ടനോടാണ്. എനിക്ക് വ്യത്യസ്ത വിഷയങ്ങളിലേക്ക് പോകണം. എന്റെ ചോദ്യം ശശിയേട്ടനോടാണ്. അതായത് ഇതിപ്പോ MV ഗോവിന്ദൻ മാഷ് പറഞ്ഞു CPM-ന് കിട്ടിയ വോട്ടുകളിൽ അധികവും ഇവിടുത്തെ മുസ്ലിം സഹോദരന്മാരുടെ വോട്ടുകളാണെന്ന് പറഞ്ഞു. അതേസമയം ഇവിടെ തോറ്റ നമ്മുടെ MB ഫൈസൽ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയും മറ്റ് CPM നേതാക്കന്മാരെല്ലാവരും അടക്കം പറഞ്ഞു ഇത് വർഗീയ ധ്രുവീകരണം നടത്തിയിട്ട് നേടിയെടുത്ത വിജയമാണെന്ന്. അപ്പോൾ 5,11,000 ചില്ലാനം വരുന്ന വോട്ടുകൾ വാങ്ങി UDF-ല് അത് ഒന്നും കൂടി സ്പെസിഫിക് ആയിട്ട് പറയണം. കാരണം നിങ്ങൾ കൺഫ്യൂഷൻ ഉണ്ടാക്കുകയാണ്. കാരണം നിങ്ങൾ ഇവിടെ അല്ലാന്നും പറയുന്നു, മറ്റു ചിലർ ഈ പ്ലാറ്റ്ഫോമിന് പുറത്തുനിന്നാണെന്നും പറയുന്നു. MV ഗോവിന്ദൻ മാഷ് ചർച്ചയിൽ വന്നപ്പോൾ മതേതര വോട്ടുകളാണെന്ന് പറയുന്നു. ഇതിൽ കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ടൊരു ആൻസർ വേണം. അല്ല, ഞങ്ങൾക്ക് വളരെ സ്പെസിഫിക് ആയി നേരത്തെ ശശികുമാർ വളരെ കൃത്യമായിട്ട് മറുപടി പറഞ്ഞു. ടെലിഫോൺ ലൈനിൽ തുടരാൻ കഴിയുന്നുണ്ട് എങ്കിൽ അതിന് താങ്കളുടെ കൂടി വിശദീകരണം ആവശ്യപ്പെട്ട് എനിക്കൊരു ഇടവേള എടുക്കേണ്ടതുണ്ട്. മലപ്പുറത്ത് ഇത് വർഗീയ ശക്തികളുടെ വിജയം എന്ന് പറയുമ്പോൾ മലപ്പുറത്തെ വോട്ടർമാരിൽ ഭൂരിഭാഗവും വർഗീയവാദികളാണെന്നാണോ താങ്കളുടെ നിലപാട്? മറുപടി പറയേണ്ടത് ഇപ്പൊ മറുപടി പറയണോ? ഹലോ 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 കേൾക്കുന്നുണ്ടോ? പറഞ്ഞോളൂ. അതായത് മലപ്പുറത്തെ മുസ്ലിങ്ങളാകെ വർഗീയവാദികളാണ് എന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ശുദ്ധ ഭ്രാന്ത് പറയുന്നു എന്നാണ് പച്ച മലയാളം. ഇപ്പോ കുഞ്ഞാലിക്കുട്ടിക്ക് കിട്ടിയിട്ടുള്ള 5 ലക്ഷത്തിലധികം വോട്ടിന്റെ അതിൽ വർഗീയവാദ വോട്ട് ഉണ്ട് എന്നാ പച്ച മലയാളത്തിൽ പറഞ്ഞതിന്റെ അർത്ഥം. അതായത് SDP-യുടെയും അതുപോലെ തന്നെ വെൽഫെയർ പാർട്ടിയുടെയും വോട്ട് ഉൾപ്പെടെ ഉൾച്ചേർന്നിട്ടുള്ളതാണ് UDF-ന് കിട്ടിയ ലീഗിന് കിട്ടിയിട്ടുള്ള ആ വോട്ട് എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അല്ലാതെ ആ വോട്ട് മുഴുവൻ വർഗീയവാദ വോട്ടാണ് എന്നാരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശുദ്ധ അസംബന്ധം പറയുന്നു എന്ന് മാത്രമേ അതിനർത്ഥൂ. അതിൽ മതനിരപേക്ഷ നിലപാട് സ്വീകരിക്കുന്നവർ ഉൾപ്പെടെയുള്ളവരുടെ, അതായത് മതസൗഹാർദ്ദത്തിന് വേണ്ടി നിലകൊള്ളുന്നവരുടെ ഉൾപ്പെടെയുള്ള വോട്ട് ചേർത്തിട്ട് തന്നെയാണ്. അല്ലാണ്ട് മലപ്പുറം ജില്ലയിലെ മഹാഭൂരിപക്ഷം ആളുകളും ഈ വർഗീയ നിലപാടിനോടൊപ്പം നിൽക്കുന്ന സമീപനമാണ് എന്നത് ഒരിക്കലും ഞങ്ങൾ അംഗീകരിക്കുന്ന സമീപനമല്ല, ഞങ്ങൾ അംഗീകരിച്ചിട്ടുമില്ല. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളത് ഈ തെരഞ്ഞെടുപ്പിൽ മുന്നണിയുമാണല്ലോ. അങ്ങനെയാണെങ്കിൽ മതനിരപേക്ഷ വോട്ടർമാരാണ് മലപ്പുറത്തുള്ളത് എങ്കിൽ ഈ മതനിരപേക്ഷ മുന്നണിക്കും സ്ഥാനാർത്ഥിക്കുമായിരുന്നു വോട്ട് ചെയ്യേണ്ടിയിരുന്നത്. പകരം മുസ്ലിം ലീഗും വെൽഫെയർ പാർട്ടിയും
SDPIയും ഉൾപ്പെട്ട സംവിധാനത്തിനാണ് 1,71,000 കൂടുതൽ വോട്ടുകൾ ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ പറയുന്നതാണ് മതനിരപേക്ഷത LDFന് അനുകൂലമായി, മതധ്രുവീകരണം UDFന് അനുകൂലമായി എന്നതാണ് ശരിയെങ്കിൽ മതധ്രുവീകരണത്തിന് അനുകൂലമായി, വർഗീയവാദത്തിന് അനുകൂലമായിട്ടാണ് മലപ്പുറത്തെ കൂടുതൽ പേരും വോട്ട് ചെയ്തിരിക്കുന്നത്. അല്ല, ഇവിടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഞങ്ങൾ ഉയർത്തിയിട്ടുള്ള മതനിരപേക്ഷ ഉള്ളടക്കത്തെ സംബന്ധിച്ചിടത്തോളമുള്ള കാഴ്ചപ്പാട് മുസ്ലിം ജനസാമാന്യത്തിലാകെ ഒരേപോലെ ഉൾക്കൊള്ളാൻ സാധിക്കുന്ന രീതിയിലുള്ള നിലപാടിലേക്ക് അവർ എത്തിക്കഴിഞ്ഞിട്ടില്ല. അവരെത്തും, ഞങ്ങൾക്ക് യാതൊരു സംശയമില്ല. ഞങ്ങൾക്ക് മലപ്പുറം ജില്ലയിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് പോയപ്പോൾ കണ്ട ഒരു കാഴ്ച, താഴെ മുതൽ മേലെ വരെ എല്ലാ മേഖലയിലും ഉശിരന്മാരായ പ്രവർത്തകര് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിട്ട് രംഗത്ത് വന്ന കാഴ്ചയാണ് കണ്ടത്. അതിനെ കൃത്യമായിട്ട് ക്രോഡീകരിച്ച് മുമ്പോട്ടേക്ക് കൊണ്ടുപോകാനുള്ള ഒരു സംഘടനാ സെറ്റപ്പ് രൂപപ്പെട്ട് വളർത്തിയെടുത്താൽ ഒരു സംശയവും വേണ്ട, മതനിരപേക്ഷ ശക്തികൾക്ക് ഏറ്റവും നല്ല വളക്കൂറുള്ള മണ്ണ് തന്നെയാണ് ഇപ്പോഴും ലീഗിന്റെയോ അല്ലെങ്കിൽ SDPI ഉൾപ്പെടെയുള്ള വർഗീയ ശക്തികളുടെയോ ഒക്കെ കേന്ദ്രമാണെന്ന് നിങ്ങൾ വാദിക്കുന്ന മലപ്പുറം ജില്ല എന്ന് കൃത്യതയോടുകൂടി മനസ്സിലാക്കാൻ നമുക്ക് സാധിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ കുഞ്ഞാലിക്കുട്ടി ജയിച്ചു എന്ന് പറയുമ്പോഴും രണ്ട് മുന്നണിക്കും, അതായത് ഒരു ഭാഗത്ത് NDAയുടെ മുന്നണി, വേറൊരു ഭാഗത്ത് ഈ പറയുന്ന കൂട്ടുകെട്ട്, ഈ കൂട്ടുകെട്ടിന് ലഭിച്ചതിനേക്കാൾ കൂടുതൽ 2004 ജയിച്ചല്ലോ, 2017 ജയിക്കാൻ കഴിയുന്നില്ല. ഇതിന്റെ സാഹചര്യം എന്താണ് കാണാൻ കഴിയാതിരിക്കുന്നത്? ഇവർക്കെല്ലാം കിട്ടിയതിനേക്കാളും കൂടുതൽ വോട്ട് ഞങ്ങൾക്ക് അനുകൂലമായിട്ട് ജനങ്ങൾ ചെയ്തിട്ടുണ്ട്. പുതുതായിട്ട് ആകെ പോൾ ചെയ്തതിന്റെ പുതിയ വോട്ടർമാർ ഉൾപ്പെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അതിനേക്കാളും 10,000 ഉജ്ജ്വല വിജയം നേടിയത് ഇന്നത്തെ മലപ്പുറത്തിന്റെ 70% ഉൾക്കൊള്ളുന്ന അന്നത്തെ മഞ്ചേരി ലോക്സഭാ മണ്ഡലമാണ്. എന്തുകൊണ്ട് 2017 ആ വിജയം ആവർത്തിക്കാൻ കഴിഞ്ഞില്ല? അല്ല, ആ മണ്ഡലം രണ്ടും രണ്ടാണ്. ആ മണ്ഡലമല്ല ഈ മണ്ഡലം. അത് രണ്ടും കൂടി ചേർക്കേണ്ടിയില്ല. രണ്ട് മണ്ഡലമായിട്ട് തന്നെയാണ്. ഇപ്പൊ ഏറ്റവും അവസാനമായിട്ട് ഇവിടെ ഞാൻ ചോദ്യം ചോദിക്കുന്നത് കേട്ടു. ഇപ്പോ അസംബ്ലി തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ പരിശോധിച്ച് നോക്കിയാൽ മലപ്പുറം ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമായ മലപ്പുറത്ത് ലീഗിന് അല്ലെങ്കിൽ UDFന് എന്തേ വോട്ട് കുറഞ്ഞത്? എന്തുകൊണ്ടാണ് ഭൂരിപക്ഷം കുറഞ്ഞത്? അവരെ ഭൂരിപക്ഷം കുറഞ്ഞല്ലോ. അവിടെ ഒരു മണ്ഡലത്തിലെങ്കിലും ഭൂരിപക്ഷം കുറഞ്ഞല്ലോ. രണ്ട് മണ്ഡലം നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മണ്ഡലമാണല്ലോ മലപ്പുറം ജില്ല, ജില്ലയിലെ കേന്ദ്രം. അത് മലപ്പുറം. മലപ്പുറത്ത് ഈ ലീഗിനും അതുപോലെ തന്നെ കുഞ്ഞാലിക്കുട്ടി താമസിക്കുന്ന മണ്ഡലമാണത്. മലപ്പുറം ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ ഉജ്ജ്വല വിജയം നേടിയ PK കുഞ്ഞാലിക്കുട്ടി ദേശീയ രാഷ്ട്രീയത്തിലേക്ക് പോവുകയാണ്. 2019 മഹാസഖ്യം രൂപമെടുക്കാനുള്ള സാധ്യത മുസ്ലിം ലീഗിന് അതിൽ എന്ത് പങ്കാളിത്തം എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. പറയൂ. ശശിയേട്ടനോടാണ് ചോദിക്കുന്നത്. അതായത് പാർട്ടി സെക്രട്ടറി പറഞ്ഞു ഈ ഭരണത്തിന്റെ വിലയിരുത്തലാണ് ഈ ഇലക്ഷനിൽ. അതാണോ ഇപ്പോ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ചോദ്യം? ശശിയേട്ടാ, ഞങ്ങൾ ചോദിക്കുന്നത് കേന്ദ്രത്തിൽ BJPയെ തടയണമെങ്കിൽ കേരള മോഡൽ ഒരു മുന്നണി വരാതെ ഇനി രക്ഷയില്ല. അതുകൊണ്ട് തന്നെ കേരള മോഡൽ മുന്നണിക്ക് ഏറ്റവും അനുയോജ്യനായ നേതാവ് അത് സ്വരുക്കൂട്ടാൻ കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ സാധിക്കുള്ളൂ. ആ ഉദ്ദേശത്തിലാണ് അദ്ദേഹത്തെ ഞങ്ങൾ കേന്ദ്രത്തിലേക്ക് അയക്കുന്നത്. നിങ്ങൾ 4.5 കൊല്ലം UPAക്ക് പിന്തുണ കൊടുത്ത, കോൺഗ്രസിന് പിന്തുണ കൊടുത്ത, BJPയെ തടയാൻ വേണ്ടി കോൺഗ്രസിന് പിന്തുണ കൊടുത്ത നിങ്ങൾ എന്തിനാണ് ഈ മലപ്പുറത്ത് മത്സരിച്ചത്? ഒന്ന് ചുരുക്കി പറഞ്ഞാൽ ഞങ്ങൾക്ക് ഉപകാരമായിരുന്നു. ആദ്യത്തെ ചോദ്യത്തിന് 75% വോട്ടാണ് അസംബ്ലി ഇലക്ഷനിൽ ഉണ്ടായത്. അസംബ്ലി ഇലക്ഷനിലെ പോളിംഗ് 75% ഈ പാർലമെന്റ് ഇലക്ഷനിലെ പോളിംഗ് 72%. 3% വോട്ട് കുറഞ്ഞു. അതിൽ 1% വോട്ടിന്റെ കുറവേ ഞങ്ങൾക്ക് സംഭവിച്ചിട്ടുള്ളൂ. രണ്ടാമത്തെ പോയിന്റ്, ഈ നിങ്ങൾ കോൺഗ്രസിനെ ഉപയോഗപ്പെടുത്തി BJPയെ തടയാന്നല്ലേ പറയുന്നത്? കോൺഗ്രസിൽ നിൽക്കുന്ന പ്രമുഖന്മാരായ നേതാക്കന്മാരാണ് BJPയിലേക്ക് പോകുന്നത്. അടുത്ത രാഷ്ട്രപതി മോഹൻ ഭഗവത് ആവണമെന്നാണ് കോൺഗ്രസ് നേതാവ് പറയുന്നത്. ജാഫർ ഷരീഫ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അടുത്ത രാഷ്ട്രപതി മോഹൻ ഭഗവത് ആവണമെന്നാണ്. ഈ സാഹചര്യത്തിൽ എങ്ങനെ നിങ്ങൾക്ക് കോൺഗ്രസിനെ ഉപയോഗപ്പെടുത്തി BJPയെ നേരിടാൻ കഴിയുമെന്ന് പറയാം? ചോദ്യത്തിൽ എന്തൊരർത്ഥമാണ് ഇതിനുള്ളത്? BJP വരുന്നത് തടയാൻ വേണ്ടിയിട്ടുള്ള കേരള മോഡൽ മുന്നണി എന്നാണ് പറഞ്ഞത്. കേരള മോഡൽ മുന്നണിയാണ് അവിടെ നടക്കുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും ഇടതു മുന്നണിയിലുള്ള പാർട്ടികൾ ഉൾപ്പെടുത്താൻ വേണ്ടി പറ്റില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ അത് CPM-നോട് ചോദിക്കുന്നതിൽ അർത്ഥമില്ലല്ലോ. അപ്പൊ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഞങ്ങൾ നേരത്തെ ഈ ചർച്ചയിൽ പറഞ്ഞ പോലെ തന്നെ താരതമ്യേന ദുർബലമായ മലപ്പുറം പാർലമെന്റ് മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പിലടക്കം BJP 20ാം സ്ഥാനത്ത് നിൽക്കുന്ന മണ്ഡലമാണ്. ആ സ്ഥലത്തടക്കം BJP വരും എന്നുള്ള ഭീതി ഉയർത്തിക്കൊണ്ടുള്ള ഒരു വലിയ ചർച്ചയാണ് LDFും UDFും നടത്തിയത്. BJP വിരുദ്ധ വോട്ട് സമാഹരിക്കാനുള്ള ശ്രമമാണ് നടത്തിയിട്ടുള്ളത്. ഒരു പാർലമെന്റ് സഖ്യം നടത്തിയാലും ശരി, കേന്ദ്രത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഇന്നത്തെ സ്വാധീനത്തെ തടയാൻ വേണ്ടി
ബഹുമാനപ്പെട്ട MLA-യോടാണ് ചോദിക്കുന്നത്. ഇപ്പോ ഇവിടെ വർഗീയ ധ്രുവീകരണം നടന്നു എന്ന് ഇടതുപക്ഷം ആരോപിക്കുന്നു. നിങ്ങൾ അത് പറയുന്നു, ഇവിടെ വോട്ടർമാരെല്ലാം വർഗീയവാദികളാണെന്ന് ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നു എന്ന് വാദം നിങ്ങൾ പറയുന്നു. നിങ്ങൾക്ക് തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് STPയുടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന ഒരു വാക്ക് നിങ്ങൾ പറഞ്ഞിരുന്നെങ്കിൽ ഈ രീതിയിലേക്ക് മലപ്പുറത്തെ ജനങ്ങൾ പോകുന്ന രീതിയിലേക്ക് മാറുമോ? മറ്റൊന്ന് ഒറ്റ കാര്യം, ഏകദേശം 2 വർഷക്കാലമാണ് ഇനി ഈ MP കാലാവധിയുള്ളത്. അതിന്റെ ഇടയിൽ ഏതൊക്കെ മേഖലയിൽ നിങ്ങൾ വികസനം കൊണ്ടുവരും? ഈ മണ്ഡലത്തിലെ നിരവധിയായ ചെറുപ്പക്കാർക്ക് തൊഴിലില്ലാത്ത ആളുകളുണ്ട്. ഒരു പദ്ധതിയും വ്യവസായവും ഒന്നും ഈ മണ്ഡലത്തിൽ കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞത് വീണ്ടും ആവർത്തിക്കണം. STPI ഞങ്ങൾക്ക് പിന്തുണ നൽകി. പിന്നെ എന്ത് വെറുതെ പറഞ്ഞാലും വീട് പണ്ട് കാര്യമല്ലോ. ഇവിടെ അല്ലല്ല ഒരു കാര്യം ഇവിടെ BJPയെ പ്രതിരോധിക്കാൻ യഥാർത്ഥത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന മതേതര കക്ഷികൾക്ക് മാത്രമേ സാധ്യമുള്ളൂ. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് നമ്മൾ കണ്ടതാണ്. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ JDU, RJD, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള മതേതര കക്ഷികൾ യോജിച്ചു നിന്നു. അവിടെ BJPയെ തടയാൻ സാധിച്ചു. ആ യോജിപ്പിനോടൊപ്പം ഇടതുപക്ഷം ഉണ്ടായിരുന്നില്ല. പിന്നെ 5 നിയമസഭയിലേക്ക് തെരഞ്ഞെടുപ്പെടുന്നു. പിന്നെ UPയിൽ, ഉത്തരാഖണ്ഡിൽ, പഞ്ചാബിൽ, മണിപ്പൂരിൽ, ഗോവയിൽ, UPയിലും ഉത്തരാഖണ്ഡിലും BJP പിന്നെ ജനപിന്തുണയോടുകൂടി അധികാരത്തിൽ വന്നു. പഞ്ചാബിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നത്. മണിപ്പൂരിലും ഗോവയിലും ഏറ്റവും വലിയ ഒറ്റക്കക്ഷി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. അപ്പൊ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ മുമ്പിൽ നിർത്തി മാത്രമേ BJPയെ പ്രതിരോധിക്കാൻ കഴിയൂ. 140 മണ്ഡലങ്ങളിൽ മത്സരിച്ച കെട്ടിവെച്ച കാശ് കിട്ടാത്ത പാർട്ടി എങ്ങനെ അല്ല? നിങ്ങൾ പറഞ്ഞു നേരത്തെ ജമാഅത്ത് ഇസ്ലാമി STP. ജമാഅത്ത് ഇസ്ലാമിനെ പറയാം. ജമാഅത്ത് ഇസ്ലാമി വർഗീയ പാർട്ടിയാണെന്ന് നിങ്ങൾ പറയുന്നത്. നിങ്ങളെ കൂടെ ഒരുപാട് പഞ്ചായത്തുകളിൽ ബോർഡിലുണ്ട്, ബോർഡിൽ അംഗങ്ങളാണ്, ബോർഡിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അതൊക്കെ ചെയ്യുന്നുണ്ട്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ ഈ മലപ്പുറം ജില്ലയിൽ തന്നെയാണ്. ഈ ഇലക്ഷനോട് കൂടി അതൊക്കെ ഒഴിവാക്കുന്നുണ്ടോ? ആ ബന്ധങ്ങൾ നമ്മൾ പഞ്ചായത്ത് ഇലക്ഷനാണ് ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. പഞ്ചായത്ത് ഇലക്ഷനല്ല, ജമാഅത്ത് ഇസ്ലാമിനെ ഒന്നടങ്കം അപമാനിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ ഗോവിന്ദ മാസ്റ്റർ ഇപ്പൊ പറഞ്ഞത് എന്താണ്? ഗോവിന്ദ മാസ്റ്റർ പറഞ്ഞ വാക്കുകൾ നിങ്ങൾ കേൾക്കണം. ആ കേൾക്കുന്നതല്ലേ നിങ്ങൾ കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ജമാഅത്ത് ഇസ്ലാമി എന്താ പറയാ, ജമാഅത്ത് ഇസ്ലാമി വർഗീയ പാർട്ടിയാണെന്നുള്ളത്. ജമാഅത്ത് ഇസ്ലാമി വർഗീയ പാർട്ടിയാന്ന് പറഞ്ഞിട്ടുണ്ട്. ജമാഅത്ത് ഇസ്ലാമി വർഗീയതല്ലേ? ജമാഅത്ത് ഇസ്ലാമിക്ക് വർഗീയതല്ലേ? ലീഗേര് പറയട്ടെ, ലീഗേര് പറയട്ടെ. ഞങ്ങൾ പറഞ്ഞു ലീഗുകാരനായി ഞാൻ പറഞ്ഞ വർഗീയ പാർട്ടിയാണ്. ലീഗിന്റെ ഉപയോഗം പറയട്ടെ. നിങ്ങൾ പറയില്ലെങ്കിൽ ഉണ്ടാവും. അല്ല, ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് ജമാഅത്തെ STPയുടെ വോട്ട് ഒരു കാലത്ത് ഞങ്ങൾക്ക് വേണ്ട. ഇലക്ഷൻ കാലത്ത് പറഞ്ഞായിരുന്നു ഞങ്ങൾക്ക് STPയുടെ വോട്ട് വേണ്ടാന്ന്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ എല്ലാവരും ഉറപ്പിക്കുന്നത് STPയുടെ വോട്ട് ഞങ്ങൾക്ക് കിട്ടൂല. KM ഷാജിനെ കുറിച്ചൊന്നും KM ഷാജിനെ കുറിച്ചൊന്നും പറയണ്ട. KM ഷാജി എങ്ങനെ ജയിച്ചെന്ന് എല്ലാവർക്കും അറിയാം. RSSന്റെ വോട്ട് വേണ്ടിയിട്ട് ജയിച്ച ആളാണ് KM ഷാജി. RSSന്റെ വോട്ട് ജയിച്ച ആളാണ് KM ഷാജി. അതൊന്നും വലിയ വർത്തമാനം പറയണ്ട. അതെ, KM ഷാജി എന്താന്നൊക്കെ എല്ലാവർക്കും അറിയാം. ഇനി അടുത്ത കാര്യം, ഞാൻ വേറെ ഒരു പോയിന്റ് പറയാൻ വിട്ടുപോയി. അതെന്തറിയോ? ഈ കേന്ദ്ര BJPയുടെ ഒരു പോയിന്റ് ഞാൻ പറഞ്ഞിട്ട് പ്ലീസ് അതായത് കേന്ദ്ര BJP സമ്മേളനം ചേർന്നിട്ട് അവരുടെ അടുത്ത ടാർഗറ്റ് കേരളമാണെന്ന് പ്രഖ്യാപിച്ച അന്നാണ് ഈ തെരഞ്ഞെടുപ്പ് വിധി വന്നിട്ടുള്ളത്. BJPക്ക് 0.5% വോട്ട് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞില്ല എന്നത് BJPയുടെ രാഷ്ട്രീയം കേരളം അംഗീകരിക്കുന്നില്ല എന്നതിന്റെ ഏറ്റവും നല്ല ും 2011 ഒക്കെ BJP ഇപ്പൊ ലഭിച്ചതിനേക്കാൾ പകുതി വോട്ട് പോലും കിട്ടിയിട്ടില്ല. അവിടെ നിന്നാണ് BJP വളർന്നു വന്നിട്ടുള്ളത്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ഇങ്ങോട്ട് നിയമസഭയിൽ ഉണ്ടായിട്ടുള്ള ചെറിയ ഫ്ലക്ച്വേഷൻ ഒഴിച്ചാൽ ബാക്കി BJPയുടെ വോട്ടിനെ ഒരു ബാധിക്കുന്ന തരത്തിലുള്ള സംഭവം ഇവിടെ ഉണ്ടായിട്ടില്ല. വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ BJP ശ്രമിച്ചിട്ടും മലപ്പുറത്തെ ജനങ്ങൾ ഉൾക്കൊള്ളില്ല എന്നാണ് ഫൈസൽ തെരഞ്ഞെടുപ്പിന് മുന്നേ പറഞ്ഞു ലീഗ് വർഗീയവാദി അല്ലാന്ന്. ഇന്ന് രാവിലെ റിസൾട്ട് വന്നപ്പോ പറഞ്ഞു മുസ്ലിം വർഗീയത കൺസോളിഡേഷൻ ഉണ്ടായി എന്നുള്ളത് പറഞ്ഞു.
ഒരു പോയിന്റ് ലീഗ് എനിക്ക് ശശിയേട്ടനോട് ചോദ്യം ചോദിക്കാണ്ട് ലീഗ് വർഗീയത പാർട്ടിയാണ് നിങ്ങൾ പറഞ്ഞല്ലോ. നിങ്ങൾ ഈ ഇലക്ഷനിൽ നിങ്ങൾ പ്രചാരണം എന്താ നടത്തിയത്? വോട്ട് കിട്ടാൻ വേണ്ടി വർഗീയത പ്രചരണം നടത്തിയത്. ബീഫിന്റെ കട തുടങ്ങും. BJP ജയിച്ചു കഴിഞ്ഞാൽ ഈ നാട്ടിൽ ബീഫിന്റെ കട തുടങ്ങും. വർഗീയതല്ലേ? BJP പ്രചരണം എന്റെ വീട്ടിൽ ഞാൻ കേട്ടതാ. ഒരു ബീഫ് കഴിച്ചതിന്റെ വയസ്സിൽ ഒരു മനുഷ്യനെ എത്ര മനുഷ്യന്മാർ നിങ്ങൾ കൊന്നു? അത് വർഗീയതയല്ലേ? അങ്ങനെ അങ്ങോട്ട് പോകല്ലേ. ഒരു മിനിറ്റ് CPM-ന്റെ അഭിപ്രായം മനുഷ്യന്റെ അഭിപ്രായം CPM-ന്റെ അഭിപ്രായം എന്താണ് അല്ലേ? മുസ്ലിം ലീഗിനെയും SDPI-നെയും രണ്ടായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. മുസ്ലിം ലീഗ് തരാതരം പോലെ ഈ വർഗീയത ഉപയോഗിക്കാൻ ശ്രമിക്കുന്നു, കൺസോൾട്ടേഷൻ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. തരാതരം പോലെ മുസ്ലിം ലീഗിനെ ഉപയോഗപ്പെടുത്താനും ശ്രമിക്കുന്നു. ഇവർ രണ്ട് കൂട്ടിലും തരാതരം പോലെ വർഗീയത പ്രചരിപ്പിക്കുന്നു. ശശികുമാർ സാറോടാണ് എന്റെ ചോദ്യം. സാർ, ഇവിടെ ഒരു SDP അതുപോലെ PDP-യുടെയും ജമാഅത്ത് ഇസ്ലാമിന്റെയും ഇട്ടാവട്ടത്തിലേക്ക് ഇറങ്ങി കളിക്കണം. അല്ല, ഞാൻ ചോദിക്കാൻ പോകുന്ന ചോദ്യം, ഇവിടെ ഈ കേരളം എന്ന് ഇട്ടാവട്ടം വിട്ടിട്ട് നമുക്ക് ഡൽഹിയിലേക്ക് പോവാം, അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിലേക്ക് പോവാം. ബംഗാളിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് നടന്നപ്പോ ബംഗാളിൽ ഇലക്ഷൻ നോക്കാം നമുക്ക്. ഒരു മിനിറ്റ് ഇതിനിടെ കയറിയിട്ട് പറയുമ്പോ അപ്പോ ഇലക്ഷൻ കഴിഞ്ഞപ്പോ ഒന്നാം സ്ഥാനത്ത് തൃണമൂലും, രണ്ടാം സ്ഥാനത്ത് BJP-യും, CPM-ന്റെ സ്ഥാനാർത്ഥി മൂന്നാം സ്ഥാനത്തേക്ക് വളരെ ഭൂരിപക്ഷം കുറഞ്ഞ് താഴേക്ക് പോയി. അവിടെയൊക്കെ മുസ്ലിം ലീഗ് വളർത്തിരിക്കുക. ഒരു മിനിറ്റ് ചോദിക്കട്ടെ, അവിടെ ബംഗാളിൽ നിന്നും ഇപ്പോ CPM കോൺഗ്രസിന്റെ അടി താങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സീതാറാം യെച്ചൂരിയെ അങ്ങ് രാജ്യസഭയിലേക്ക് കയറ്റിവിടാൻ. അപ്പോ ഇവിടെ അയിത്തം കൽപ്പിക്കുന്ന നിങ്ങൾ, അവിടെ ഒരു തൊട്ടുകൂടായ്മയില്ല. അതിനെ കുറിച്ച് ഒന്ന് പറഞ്ഞാൽ വലിയ ഉപകാരം. ഒരു ഉത്തരവ് അർഹിക്കുന്നില്ല. ഞാൻ വേറൊരു പോയിന്റ് ചോദിക്കുകയാണ്. ഇനിയിപ്പോ വരാൻ പോവാണ് ഭയങ്കര ഇലക്ഷൻ. അവിടെ ഈ പറയുന്ന എല്ലാ സംഘടനകളും രംഗത്ത് വരും. ഈ സംഘടനകളെല്ലാം ഭയങ്കര തെരഞ്ഞെടുപ്പിൽ രംഗത്ത് വരും. ബംഗാളിലെ കാര്യം എന്ത് ചെയ്തു? ബംഗാളിൽ കോൺഗ്രസ് CPM സഖ്യം ഉണ്ടായ ഒരു തെരഞ്ഞെടുപ്പ് 2019 നടക്കാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് നിർണായകമാണ് ഈ രാജ്യത്തിന്. നരേന്ദ്രമോദിക്കെതിരെ പ്രതിപക്ഷ ഐക്യം ഉണ്ടാകാനുള്ള സാധ്യതയാണ് ഉരുത്തിരിയുന്നത്. BSP നേതാവ് മായാവതി അങ്ങനെ ഒരു സഖ്യം ഉത്തർപ്രദേശിൽ ഉണ്ടാകേണ്ടതിന്റെ ആവശ്യകത ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞിരിക്കുന്നു. അഖിലേഷ് യാദവ്, കോൺഗ്രസ് അതിനെ പിന്തുണച്ച് രംഗത്ത് വന്നിരിക്കുന്നു. കേരളത്തിന്റെ സംഭാവനയായിരിക്കും അതിന് PK കുഞ്ഞാലിക്കുട്ടി എന്ന കാര്യത്തിൽ സംശയമില്ല. അക്കാര്യത്തിലുള്ള തുടക്കമാണ് ഇന്ന് മലപ്പുറം ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പ് തുടക്കം കുറിച്ചിരിക്കുന്നത്. നാളെ വീണ്ടും ഇതേ സമയം കാണുന്നവരെ നമസ്കാരം.